രാവിലെ എണീറ്റ് ബാൽക്കണിയിലേക്കൊന്ന് നടന്നതാണ്. പെട്ടെന്നൊരു കാര്യം കണ്ടു. അപ്പോൾ വിചാരിച്ചു നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. ബാൽക്കണി ഇങ്ങനെ കാണുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതാണ് ആ പ്രശ്നം. തലേദിവസം രാത്രി 10:30 മണി വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇത് കണ്ടിട്ടില്ല. ഇന്ന് രാവിലെ നോക്കുമ്പോൾ അവസ്ഥ ഇതാണ്. പേടിക്കണ്ട കേട്ടോ, ടൈം ലാപ്സ് വീഡിയോ ആണിത്. UAയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചൂടാണ്. അപ്പോൾ ഈ ചൂടത്ത് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ ഇവർ എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യുന്നുണ്ടാവുക എന്നാണ് ഞാൻ ആലോചിച്ചത്. മാത്രമല്ല ഇത് തേനീച്ചയാണോ കടന്നലാണോ എന്ന് അറിയാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം കടന്നലാണെങ്കിൽ നല്ല വിഷം ഉണ്ടാവും. അപ്പം ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഐഫോണിനോട് ചോദിച്ചപ്പോൾ ഫോൺ പറഞ്ഞു ആപ്പിസ് ഫ്ലോറിയ എന്ന ഒരു തരം ഹണി ബീ ആണിത് എന്നുള്ളത്. അങ്ങനെ ഞാൻ റിസർച്ച് തുടങ്ങി എന്താണ് ഇതിനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആദ്യം ദുബായ് മുനിസിപ്പാലിറ്റിനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവരിപ്പോൾ വീടുകളിൽ വന്ന് സർവീസ് ഒന്നും ചെയ്യില്ല എന്നുള്ളത്. സോ അതിനുശേഷം ഞാൻ അടുത്തുള്ള കുറേ പെസ്റ്റ് കൺട്രോൾ ടീമിനെ വിളിച്ചു. അപ്പോഴാണ് 650 ദർഹംസോ വീട്ടിൽ വന്ന് ബീസിനെ എക്സ്റ്റർമിനേറ്റ് ചെയ്യുന്നതിന് 650 ദർഹംസ്, നാട്ടിലെ ഏകദേശം 15,000 രൂപ. അതിനുശേഷം റെഡിറ്റ് എന്ന സൈറ്റിൽ കയറി ബീഹൈവ് ഇൻ മൈ ബാൽക്കണി എന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും കുറേ സിമിലർ എക്സ്പീരിയൻസസ് കണ്ടു. അതിൽ തന്നെ ഈ ബീ കീപ്പർ എന്നതിനെ ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഗൂഗിളിൽ കയറി ബീ കീപ്പർ എന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും ബീ കീപ്പർ അസോസിയേഷൻ ദുബായ് എന്നുള്ള ഒരു റിസൾട്ട് വന്നു. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ് അറിയുന്നത് ബീസിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഗാർഡൻ, അതും ബീ കീപ്പർ അസോസിയേഷൻ എന്നുള്ള പേരിൽ ദുബായിലുണ്ട് എന്നുള്ളത്. പക്ഷെ ഞാനിതൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്കും സമയം ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അവർ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ക്ലോസ്ഡ് ആണെന്നും കാണിച്ചു. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് നാളെ ശരിയാക്കാം. വെൽക്കം ബാക്ക് ടു ബാൽക്കണിയിലെ തേനീച്ച പാർട്ട് 2. ആദ്യത്തെ വീഡിയോ കഴിഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അതിൽ കോമൺ ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ, എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായി, ഹിറ്റിന്റെ സ്പ്രേ അടിച്ചാൽ എല്ലാം ചത്തുപോകില്ലേ എന്നുള്ളതായിരുന്നു. സത്യമാണ്, പക്ഷെ എനിക്ക് ഇവരെ ഉപദ്രവിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളതായിരുന്നു അറിയേണ്ടത്. കൊല്ലാനാണെങ്കിൽ വെറും 10 ദർഹംസേ ചെലവുള്ളൂ. പക്ഷേ ഇതിനെ റീലൊക്കേറ്റ് ചെയ്യാനാണെങ്കിലോ പെസ്റ്റ് കൺട്രോൾ ടീം 650 ദർഹംസ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും വളരെ പ്രതീക്ഷയിൽ ഞാൻ ബീ കീപ്പേഴ്സ് അസോസിയേഷനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇനി പുതിയ ബീസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ സ്പേസ് ഇല്ലാന്ന്. അവരാണ് മിസ്റ്റർ ഒലിവറിന്റെ നമ്പർ തന്നത്. ഒലിവറിനെ ഞാൻ ആദ്യം വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു. ഡീറ്റെയിൽസ് അയച്ച ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ഒരു റിപ്ലൈയും എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി. റോക്കി ബായുടെ കാര്യമല്ല കേട്ടോ, എൻ്റെ കെട്ടിയോൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബീസിനെ ഞാൻ ആദ്യം സ്പോട്ട് ചെയ്യുമ്പോൾ ആളിവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾ വന്നു, ഫുൾ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. നിങ്ങളിൽ കുറച്ച് പേര് പറഞ്ഞ കുറച്ച് DIYs ആദ്യം പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ചന്ദനത്തിരി കത്തിച്ച് ഇതിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ ആ സ്മെല്ല് കാരണം ഇതൊക്കെ പറന്നു പോയിക്കോളും എന്നൊരു മെസ്സേജ് വന്നിരുന്നു. സോ അത് തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ചെയ്യാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ അതേ സംഗീത് തന്നെ ഇറങ്ങി. ആളിങ്ങനെ ആദ്യം കവറപ്പ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് മടി കാണിച്ചു. പക്ഷെ ഞാനാണ് പറഞ്ഞത് എങ്ങാനും ഈ തേനീച്ച ഏതെങ്കിലും ഒരെണ്ണം വന്ന് കുത്തിയാൽ തന്നെ പോരെ, പിന്നെ നമുക്ക് ഇതും കൊണ്ടൊന്ന് ഓടാൻ വയ്യാന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് ആളൊരു പ്ലാസ്റ്റിക് കവറൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഇത് ചെയ്യുമ്പോൾ നല്ല ടെൻഷനായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചന്ദനത്തിൻ്റെ സ്മെല്ല് കിട്ടി ഉടനെ തേനീച്ചകളൊക്കെ പാറിപ്പോവും. ആ പാറുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് വീടിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് അഡ്വഞ്ചറസ് ആയിട്ടാണ് ഈ ഓരോ കാര്യവും ഞങ്ങൾ ചെയ്തത്. ബാൽക്കണിയിലെ തേനീച്ചക്കൂടിൻ്റെ താഴെ 4ാമത്തെ ദിവസം രാത്രിയിൽ ചന്ദനത്തിരിയും കത്തിച്ചിട്ട് ശുഭപ്രതീക്ഷയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോയി. രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഇതൊക്കെ പോകുന്നായിരുന്നു മനസ്സിൽ. പക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇവർ ഫ്രണ്ട്സിനെയും കൂടെ വിളിച്ചു വരുത്തി കൂട് വലിയതാക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. കൂട് തട്ടിയിട്ടാൽ തേനീച്ചകളെല്ലാം പറന്നു പോകുന്നു കുറച്ചു പേര് പറഞ്ഞിരുന്നു. അതുപ്രകാരം കൂട് തട്ടിയിടുന്നതാണ് ഈ കാണുന്നത്. സത്യം പറയാലോ, ഞങ്ങൾ എടുത്തതിൽ വെച്ച് ഏറ്റവും മോശം ഡിസിഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്. എല്ലാ തേനീച്ചകളും കൂടി ചന്നം ഭിന്നം പറക്കണതാണ് ഇത്. ഈ ഒരു സിറ്റുവേഷനിലുണ്ടല്ലോ, ഇനി എന്താ ചെയ്യാന്നറിയാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഇതെല്ലാം കൂടെ പറന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വന്നു. പക്ഷേ ഇത്തവണ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഇവർ ആദ്യം കൂടുകൂട്ടിയ സ്ഥലത്ത് മാത്രമല്ല, ഇവർ രണ്ടാമത് വേറൊരു സ്ഥലം കൂടെ കണ്ടുപിടിച്ചു. അങ്ങനെ ഇവർ 2 പാർട്ടായിട്ട് 2 കൂട് കെട്ടുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ബാൽക്കണിയിൽ ബാക്കിയുള്ള ചെടികൾക്ക് ഈ ചൂടത്ത് വെള്ളം കൊടുക്കാൻ പറ്റാത്തതും എന്തിനാ അധികം പറയണേ, ഞങ്ങളുടെ ഡ്രസ്സ് അലക്കി ഒന്ന് ആറിയിടാൻ വിരിച്ചിടാൻ പോലും സ്ഥലമില്ലാത്തതൊക്കെ കൂടി കൺസിഡർ ചെയ്ത് ഞങ്ങൾ വിചാരിച്ചു നാളെ ഒരു ദിവസം കൂടെ കാത്തിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ പെസ്റ്റ് കൺട്രോൾ ടീമിനെ വിളിക്കുന്നത്. ഇതിനെ സേഫായി റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനൊന്നും ചെയ്യാതിരുന്നത്. ഞങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടാണോ അതോ ഞങ്ങളുടെ ശല്യം സഹിക്കാൻ പറ്റായിട്ടാണോ എന്നറിയില്ല. 6ാമത്തെ ദിവസം എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും കുറേ ഹണി ബീസ് കൂട് വിട്ട് പറന്നു പോയതായിട്ട് കണ്ടു. വെറും 6 ദിവസം കൊണ്ട് ഇവരുണ്ടാക്കിയ ഹണി കോംബ് എത്രയാന്ന് നോക്കിയേ. പിന്നെ ഇതൊരു മെഗാ സീരിയൽ ആക്കാനുള്ള പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ. ഇവർ ഫുഡ് തേടിപ്പോയതാണോ തിരിച്ചു വരുമോ ഇതൊന്നും എനിക്കറിയില്ല. കാത്തിരുന്ന് തന്നെ കാണാം.